ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാടിൻ്റെ സ്വന്തം ട്രൈബൽ വില്ലേജ് ആയിട്ടുള്ള എന്നൂർ ട്രൈബൽ വില്ലേജിലേക്കാണ്. ഞാനിവിടെ കോഴിക്കോട് നിന്ന് KSRTC ബസ്സിൽ എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബോർഡ് ആക്ച്വലി ഈ ട്രൈബൽ വില്ലേജിൻ്റെ സ്റ്റോപ്പിൻ്റെ ഒരു എൻട്രി ആണ്. വയനാട് വെറ്റിനറി മെഡിക്കൽ കോളേജിൻ്റെ എൻട്രി ആണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങുന്നത്. KSRTC ചുരം കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് നമുക്ക് കിട്ടുന്ന എല്ലാ ബസ്സും നമുക്ക് കയറാം. വയനാട് വഴി പോകുന്ന ഏത് ബസ് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. രാവിലെ ഒരു 11 മണി ആ ഒരു സമയത്ത് എത്തുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സൺഡേ അവൈലബിൾ ആണ്. മൺഡേ ഇവിടെ ലീവാണ്. മൺഡേ ഓഫായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ പോയത് വിഷുവിൻ്റെ അടുത്ത ദിവസം ഒരു മൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റും കിട്ടി. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 150 റുപ്പീസ് എങ്ങാനും ക്യാമറ ചാർജ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. അതിന് നേരത്തെ എത്തണം. എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് വരികയാണെങ്കിൽ ഒരു 10 മണീൻ്റെ മുന്നേ ആയിട്ട് തന്നെ എത്തിക്കോളൂ. 10 മണിക്കൊക്കെ ആയിരിക്കും ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ടിക്കറ്റ് പെട്ടെന്നായിട്ട് തീരും കേട്ടോ. ടിക്കറ്റ് ചാർജ് പെർ പേഴ്സൺ 20 റുപ്പീസാണ് നമുക്ക് എൻട്രി ചാർജ്. ഒരു 30 രൂപ നമ്മൾ ജീപ്പിൻ്റെ ചാർജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു വെറ്റിനറി കോളേജ് ഈ ഒരു എൻട്രിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ജീപ്പ് അടക്കമാണ് നമ്മൾക്ക്. നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾ ഇതിൻ്റെ ട്രൈബൽ വില്ലേജിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ചെറിയ റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 30 രൂപയ്ക്ക് പെർ പേഴ്സൺ 30 റുപ്പീസിന് ജീപ്പിൻ്റെ പേയ്മെൻറ്റും പിന്നെ പെർ പേഴ്സൺ 20 രൂപ എൻട്രി ടിക്കറ്റും ഇവിടുന്ന് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ ടോക്കൺ വിളിക്കുന്നതിനനുസരിച്ച് ജീപ്പിൽ കയറിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വന്നതെങ്കിലും നമുക്ക് ഗ്രൂപ്പായിട്ട് ഒരു ജീപ്പിൽ കയറാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മളങ്ങനെ ജീപ്പിൽ കയറി അവിടെ എന്നൂരിൽ അവിടെ കൊണ്ട് നിർത്തും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മുടെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വാഷ്റൂം, പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഷെഡ് പോലെയുള്ളൊരു സ്ഥലം കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ 2 സൈഡും മഡ് കൊണ്ട് ഉണ്ടാക്കിയതുപോലെ ഇങ്ങനെ ഇതൊക്കെ മണ്ണൊക്കെ വെച്ചതുപോലെയുള്ള ട്രൈബൽ ഷേപ്പിലുള്ള മതിലുകളായിരിക്കും. അതിൻ്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലിവിങ് ഏരിയ, ഞാൻ എൻ്റെ കൂടെ വന്നവരുടെ കുട്ടികളുടെയൊക്കെ കൂടെ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അതൊരു ലിവിങ് ഏരിയ. നമുക്ക് ഹിൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ആക്ച്വലി ഇവിടുത്തെ വെതർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണെങ്കിലും ഇവിടെ ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ള നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ചൂട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് സൺ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൂര്യാഘാതം അടിച്ച് നെറ്റിയും കൈയൊക്കെ പൊള്ളി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കെട്ടിയിരിക്കുന്നത്. 2 പേർക്കും പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നെറ്റിയും കൈയും 2 കൈയുമായിരുന്നു പൊള്ളിപ്പോയത്. അപ്പോൾ നമുക്കിവിടെ വെയിലിന് വലിയ ചൂടില്ല, പക്ഷെ നല്ല കാറ്റാണ്, ചെറിയൊരു കൂളിംഗ് വെതറാണ്. അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഫുള്ളായിട്ട് കാണുന്ന ഹിൽസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ട്രൈബൽ വില്ലേജസ്, മഡ് ഹൗസ്, പിന്നെ മെയിനായിട്ട് നമുക്ക് ട്രൈബൽ ആളുകളുടെ പ്യുവറായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇത് കണ്ടോ, ഇവരുടെ ഹാൻഡ് വർക്കിലുള്ള സാധനങ്ങൾ. റേറ്റ് കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈ റേറ്റാണ് ഈ ഒരു ഏരിയയിൽ പ്രതീക്ഷിക്കുന്നതെങ്കിലും പക്ഷെ നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലാണ് ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. ആക്ച്വലി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. നമുക്കിങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു കടേൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെയാണ് വാങ്ങിയത്. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾ എന്തായാലും ട്രിപ്പൊക്കെ പോയി വരുമ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് എല്ലാവരും ചോദിക്കുമല്ലോ. അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒക്കെയാണ് വാങ്ങിയത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള സെയിം റേറ്റ് തന്നെയാണ്.
റേറ്റിലൊന്നും ഒരു വ്യത്യാസവും അങ്ങനെ ഹൈ റേറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ ഊട്ടി മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ്സിനൊക്കെ നമ്മളെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് സാധനം മേടിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല. ഇതങ്ങനെ ഒരു അവസ്ഥ വരാറില്ല. നമ്മുടെ നാട്ടിൽ എന്ത് റേറ്റിനാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ്. ഹണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്യുവർ ഹണി കിട്ടും, ചെറുതേൻ കിട്ടും, കാട്ടുതേൻ കിട്ടും. ചെറുതേനിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ കൂടിയും നമുക്ക് കാട്ടുതേനും നല്ലത് തന്നെയാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ തേൻ അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഞാൻ തേൻ വാങ്ങിയത് 250 ഗ്രാമാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 170 രൂപ. അപ്പം ഇത് വർത്തായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഹണിയാണ് ഞാൻ അവിടുന്ന് വാങ്ങിയത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മഡ് ഹൗസ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ലിവിങ് ഏരിയ 2 റൂംസ് ഉണ്ട്. റൂംസിൽ 2 റൂമും അറ്റാച്ച്ഡ് ആണ്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് കയറാൻ പറ്റും. ഇതുപോലൊരു ഡോറൊക്കെ വെച്ച് നമുക്കൊരു ട്രഡീഷണൽ അങ്ങനെ ഒരു ഫീല് തോന്നും. ആക്ച്വലി നല്ലതാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കോഴിക്കോട് നിന്ന് ഒരു 1 ഡേ ട്രിപ്പ്. 1 ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ഇറങ്ങിയിട്ട് രാത്രി വരാൻ പറ്റി. രാവിലെ അത്ര നേരത്തെ ഒന്നും ഇറങ്ങണ്ട. പക്ഷേ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 11 മണിക്ക് ഇറങ്ങിയാലും മതി. അങ്ങനെ ഒരു രീതിയിൽ വീട്ടിൽ നിന്നല്ല, KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു 11 മണിക്ക് ബസ് കയറിയാലും മതി. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ നേരത്തെ വരിക. അപ്പോൾ ഇതാണ് ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. നമുക്ക് നല്ലൊരു കൂളിംഗ് ഫീലാണ്. ഇപ്പം നമ്മുടെ കോഴിക്കോടുള്ള വെതർ 42 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നുണ്ട്. അപ്പം അതിനെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള തണുപ്പുള്ള ഏരിയകളൊക്കെ എത്തുമ്പം വെതറിനെ കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്സ്, ട്രൈബൽ ഫോറസ്റ്റ് ഏരിയൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ ഇങ്ങനത്തെ ലേഡീസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ഡയറക്റ്റ് കണ്ടിട്ടില്ല കേട്ടോ സത്യം ആക്ച്വലി. പക്ഷേ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഉള്ള ആളുകളെയൊക്കെ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ വിസിറ്റ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. വയനാടിൻ്റെ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ഇവിടെയാട്ടോ വർക്ക് ചെയ്തത്. അത് കാര്യം പറയാൻ ഞാൻ മറന്നു. ഈ എന്നൂരിൻ്റെ ഫ്ലോർ വർക്ക് മുഴുവൻ ചെയ്തത് എൻ്റെ അച്ഛനും എൻ്റെ പാപ്പന്മാരും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എന്നൂരിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എത്രയിലായിരുന്നു പഠിക്കുന്നത്, +1 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇതിലുണ്ട്. അപ്പം ആ സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ വർക്കൊക്കെ കുറേ മാസങ്ങളോളം എടുത്തിട്ട് ചെയ്തതാണ്. കാരണം ഇവിടെ ഭയങ്കര കാറ്റാണല്ലോ. ഇവിടെ ഭയങ്കര കാറ്റായ കാരണം ഈ ഫ്ലോറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കാറ്റത്ത് പാറിപ്പോകും. എത്ര വെയിറ്റുള്ള സാധനമെങ്കിലും കാറ്റത്ത് പാറുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓടിൻ്റെ പണി, ഓടൊന്നും ഇവിടെ വെക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. ഇവരിത് എത്ര അധികം എഫേർട്ട് എടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ പാറിപ്പോവും, അത്രയും കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇതിനു മുമ്പ് കറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എന്നൂർ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുറേ തവണ വരാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുവരെ വരാൻ പറ്റിയില്ല. ഒരു ദിവസം ഞാനും അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ അനിയത്തിയും അച്ഛനും ഒറ്റയ്ക്കിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമുക്ക് കുറേ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിശ്രമിക്കാനായിട്ട്. ആക്ച്വലി നമുക്ക് വയസ്സായവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്രമിച്ച് മെല്ലെ പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഹോട്ടൽസ് എല്ലാം ഒരു 1 കിലോമീറ്റർ മാറിയിട്ട് ഹോട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഹോട്ടൽസ് അവൈലബിൾ ആണ്. നമുക്ക് നടന്നു വരാൻ പറ്റിയ ദൂരേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് 1 കിലോമീറ്റർ വേഗം എത്തും. ഐ തിങ്ക് 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഒരു 200 മീറ്റർ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് നടന്ന് ഒരു വളവ് വളയുമ്പോഴത്തേക്ക് ഹോട്ടലെത്തി. ഹോട്ടലിൽ ഞങ്ങൾ 2 മണി വരെ മീൽസൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കഴിച്ചിരുന്നത് ബിരിയാണിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലിയാണ്. അമ്മയുടെ സിസ്റ്റർ, അമ്മയുടെ അമ്മ, 2 സിസ്റ്റേഴ്സ്, അവരുടെ കുട്ടികൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്നത്. തിരിച്ചു പോകുമ്പോഴത്തേക്ക് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുരങ്ങന്മാർ നമ്മുടെ തലയിലൊക്കെ വന്ന് ചാടുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ പേടിച്ചിട്ട് ഒരു കുരങ്ങൻ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് പെട്ടെന്നൊരു കാറ് വന്ന് സഡൻ ബ്രേക്ക് ഇടേണ്ട വന്നു. കണ്ടോ ഇതോ, ഓ മൈ ഗോഡ്, ദൈവമുണ്ട്, രക്ഷിച്ചു. അങ്ങനെ കുറേ തൊണ്ടവേദനയും ചുമയാണ്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു നമ്മുടെ ബ്യൂട്ടിഫുൾ ട്രൈബൽ വില്ലേജിൻ്റെ ഒരു
എൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ഫാമിലി ആയിട്ട് കോഴിക്കോട് നിന്ന് പോവുകയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പായിട്ട് തന്നെ വയനാട് ട്രിപ്പ് എടുത്ത് ഓക്കെ